Next question, electric field in a certain region is given by E is equal to A by x square I cap plus by y cube j cap. The SI unit of A and B are. SI unit of A and B are. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇലക്ട്രിക് ഫീൽഡ് സീക്വൽ ടു എ ബൈ എക്സ് സ്ക്വയർ ഐ ക്യാപ്പ് പ്ലസ് ബി ബൈ വൈ ക്യൂബ് ജെ ക്യാപ്പ് ആണ്. അല്ലേ, അവിടെ എത്ര ടേംസ് ഉണ്ടടാ? ഇവിടെ 3 ടേം ഇല്ലേ? ഇ എന്നുള്ളൊരു ടേം ഉണ്ട്, എ ബൈ എക്സ് സ്ക്വയർ ഉണ്ട്, ബി ബൈ വൈ ക്യൂബ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലത്തിൽ എനിക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും ഇ സീക്വൽ ടു എ ബൈ എക്സ് സ്ക്വയർ അല്ലേ. അവിടെ എ സീക്വൽ ടു എഴുതാൻ പറ്റും ഇ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. അവിടെ എ സീക്വൽ ടു എഴുതാൻ പറ്റും ഇ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. അപ്പം നോക്കണേ, ഇൻ്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ ന്യൂട്ടൺ പെർ കൂളാണ് അല്ലേ, ഇലക്ട്രിക് ഫീൽഡ്. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ലെങ്ത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. സോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം അല്ലേ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളമാണ് ആരുടേത്? ഏൻ്റെത്. ഇനി ബീൻ്റെ നോക്കണേ, ബീൻ്റെ എന്ന് പറയുമ്പോൾ എന്താണ്? ഇ സീക്വൽ ടു ബി ബൈ വൈ ക്യൂബാണ് അല്ലേ. ഈൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ ന്യൂട്ടൺ പെർ കൂളമാണ് അല്ലേ. അപ്പുറം ബി ഉണ്ട്, വൈ ക്യൂബ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? മീറ്റർ ക്യൂബ് ആയിട്ട് മാറും. സോ ബി ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ മീറ്റർ ക്യൂബ് കൂളം ഇൻവേഴ്സ്. ന്യൂട്ടൺ മീറ്റർ ക്യൂബ് കൂളം ഇൻവേഴ്സ്. സോ ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, the equation of a circle is given by x square plus y square is equal to a square. A is the radius. If the equation is modified to change the origin other than 0, 0, then find out the correct dimensions of A and B in new equation. So listen, the actually x square plus y square is equal to a square is the equation of a circle which the center then condition is the center of the circle is equal to at the origin. At origin center ആയിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ. എക്സ് എന്ന് വെച്ചാൽ മെഷർമെൻറ്റ് അലോങ് ദി എക്സ് ആക്സിസ് ആണ്. വൈ സ്ക്വയർ മീൻസ് എന്താ? മെഷർമെൻറ്റ് അലോങ് ദി വൈ ആക്സിസ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ എന്തിന് ഈക്വൽ ആണെടാ? എൽ സ്ക്വയറിന് ഈക്വൽ ആണ്. നോക്കണേ, ദ ഡയമെൻഷൻസ് ഓഫ് ടി ഈസ് ഗിവൺ ബൈ ടി ഇൻവേഴ്സ്. അതാണ് ഇവിടുത്തെ കൺഫ്യൂഷൻ അല്ലേ. ടി എന്തായിട്ട് എടുക്കണം? ടി ഇൻവേഴ്സ് ആക്കി എടുക്കണം. ഇല്ല, അങ്ങനെ നമുക്കറിയാം. then find the correct dimensions of A and B ആണ് അല്ലേ. എക്സ് മൈനസ് എ ടി ഏതാണെങ്കിൽ എക്സിൻ്റെ ഡയമെൻഷനും എ ടീൻ്റെ ഡയമെൻഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എക്സ് നമുക്ക് ഓൾറെഡി അറിയാം, എക്സ് എന്ന് വെച്ചാൽ ലെങ്ത് എല്ലാം. എ അറിഞ്ഞൂടെ? എ എന്ന് കൊടുത്ത് ടി എന്താണ്? ടി ഇൻവേഴ്സാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡയമെൻഷൻ നോക്കണേ, എൽ ബൈ ടി ഇൻവേഴ്സ്. ടി ഇൻവേഴ്സ് മുകളിലെടുക്കുമ്പോൾ എന്തായിട്ട് മാറും? എൽ ടി ആയിട്ട് മാറും. എൻ്റെ ഡയമെൻഷൻ എൽ ടി വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഇതായിരിക്കും ശരി. ഇനി വേണമെങ്കിൽ ബി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട്? വൈ മൈനസ് ടി ബൈ ബി എന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ വാലിഡ് ആണെങ്കിൽ ശ്രദ്ധിക്കണേടാ, വൈ മൈനസ് ടി ബൈ ബി എന്ന് വാലിഡ് ആവണമെങ്കിൽ വൈൻ്റെ ഡയമെൻഷനും ടി ബൈ ബിയുടെ ഡയമെൻഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയാണ് ബി ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറിയതാ? ടി ബൈ വൈ ആയിട്ട് മാറിയില്ലേ അല്ലേ. ബി എന്ന് വെച്ചാൽ ടി എന്ന് വെച്ചാൽ ടി ഇൻവേഴ്സ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ടി എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ടീൻ്റെ ഡയമെൻഷൻ എന്താ? ടി ഇൻവേഴ്സ് ആണ്. വൈൻ്റെ ഡയമെൻഷൻ എന്താ? ലെങ്ത് ആണ്. സോ ബി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ടി ഇൻവേഴ്സ്. സിമ്പിൾ അല്ലേ? അത് ശരിയാണ്. ഇനി അടുത്ത് നോക്കാം. The frequency mu of an oscillating liquid drop may depends upon radius r, density rho and surface tension s. അല്ലേ. v is equal to nu is equal to r raised to a, rho raised to b, s raised to c. The value of a, b and c respectively. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്താ, എന്നാലും നമ്മൾ സോൾവ് ചെയ്യും അല്ലേ. ശ്രദ്ധിക്കണേ, ഏതാ ഫ്രീക്വൻസീൻ്റെ ഡയമെൻഷൻ എന്താ? ടി റേസ് ടു -1 ആണ് അല്ലേ. ആറ് എന്ന് വെച്ചാൽ റേഡിയസ് ആണ്. റേഡിയസിൻ്റെ ഡയമെൻഷൻ എല്ലാണ്. അതിന് ആദ്യത്തെ പവർ -3/2 ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ. പിന്നെ ആരാണ്? ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റീൻ്റെ റോൻ്റെ ഡയമെൻഷൻ ml റേസ് ടു -3 ആണ്. ആറിൻ്റെത് എല്ലാണ് അല്ലേ. അടുത്ത എന്താ? സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ എസിൻ്റെ ഡയമെൻഷൻ എന്തായിട്ട് മാറും? mt റേസ് ടു -2 ആയിട്ട് മാറും. mt റേസ് ടു -2. സോ റോ റേസ് ടു -1/2 ആണ്. സോറി, റോ റേസ് ടു -1/2 എന്ന് പറഞ്ഞാൽ m റേസ് ടു -1/2
L raised to plus 3/2 ആയിട്ട് മാറും അല്ലേ. ഇനി എന്തുണ്ട്, എസിന് പവർ എത്രയാണ്, 1/2 ആണ്. സോ എം റൈസ് ടു 1/2 ടി റൈസ് ടു -1 ആയിട്ട് മാറും. നോക്കണേ, എമ്മിൻ്റെ പവർ വെട്ടിപ്പോകുന്നുണ്ടോ, എമ്മിൻ്റെ പവർ എന്താണെന്നുണ്ട്, വെട്ടിപ്പോകുന്നുണ്ട് അല്ലേ. -3/2 + 3/2 വെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ടി റൈസ് ടു -1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുണ്ട്, ടി റൈസ് ടു -1 റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. അപ്പം നീ ആരെ പേടിക്കണം, സിമ്പിൾ അല്ലേ. നമ്മൾ ആരെ പേടിക്കണം, ഈ ഓപ്ഷൻ എന്താ ശരിയാണ്, ഓപ്ഷൻ ശരിയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും മാച്ച് ദ ഫോളോയിങ്. പ്ലാങ്ക് കോൺസ്റ്റന്റ് ഇനി ഉറക്കത്ത് ചോദിച്ചാലും കിട്ടണം, ml² ടി റൈസ് ടു -1. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് h/0 അല്ലേ. അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ വരിക സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ് അല്ലേ, h/0. ഇത് ഫ്രീക്വൻസിയാണ് അല്ലേ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സോറി, ഈസ് ഈക്വൽ ടു എനർജി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു V0 ആണ് പഠിച്ചത്. ഇതല്ലേ അത് ഫ്രീക്വൻസിയാണ്. എനർജി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു V0. ഇ മീൻസ് ഇലക്ട്രോണിക് ചാർജാണ്, ഇ മീൻസ് എനർജിയാണ് അല്ലെങ്കിൽ വർക്കാണ് അല്ലേ. അപ്പോൾ എനർജീൻ്റെ ഡയമെൻഷൻ ml² ടി റൈസ് ടു -2 ബൈ ഇൻ്റെ ഡയമെൻഷൻ എന്താ വരിക, AT ആ വരിക. ചാർജിൻ്റെ ഡയമെൻഷൻ മെയിൻ ടു ടി, അതായിരിക്കും എന്ത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സോ ml² ടി റൈസ് ടു -3 A റൈസ് ടു -1 അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 4th ആയിരിക്കും. വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എനർജി ആയി. ഇറ്റ് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് എ ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം എൻ ഐസൊലേറ്റഡ് ആറ്റം അല്ലേ. മിനിമം എനർജിക്ക് വിളിക്കുക. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്തായിരിക്കും, ml² ടി റൈസ് ടു -2 ആ. മൊമെന്റം മാസ് ഇൻറ്റു വോളിയം ml ടി റൈസ് ടു -. സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. ഗിവൺ ബിലോ 2 സ്റ്റേറ്റ്മെന്റ്, വൺ ഈസ് ലാബിൾഡ് ആസ് അസേർഷൻ ആൻഡ് അതർ ഈസ് ലാബിൾഡ് ആസ് റീസൺ. Time period of oscillation of a liquid drop depends upon surface tension S if density of the liquid is rho and radius of the drop is r. T is equal to k into rho r cube divided by s raised to 3/2. S എന്ന് വെച്ചാൽ സർഫസ് ടെൻഷൻ ആണ്. ഈസ് ഡയമെൻഷനലി കറക്റ്റ് വേർ k is a dimensionless. പോലെ കറക്റ്റ് ആണോ എന്ന് പറയുന്നുണ്ട്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടി is equal ഓർമ്മിച്ചേക്കണേ, ഇക്വേഷൻ അപ്പുറം ഏതാണ്, T is equal to rho r cube root of rho r cube അപ്പുറം ഏത്, T is equal to k into root of rho r cube divided by s raised to 3/2 അല്ലേ. ടൈം പീരീഡിൻ്റെ ടി എന്ന് കിട്ടണ്ടേ, കേക്ക് ഡയമെൻഷൻ ഇല്ല, റൂട്ടിന് പകരം നമുക്ക് കോമൺ ആയിട്ട് 1/2 കൊടുക്കാം. റോ എന്ന് പറയുമ്പം ml raised to -3, r എന്ന് പറയുമ്പോൾ L ആണ്, അതിന് പവർ L3. s എന്ന് പറയുമ്പോൾ mt raised to -2 ആണ്, അതിന് പവർ എന്താ 3/2. അപ്പം നോക്കണേ, L raised to -3 എന്തായി, കട്ടായി. സോ m ഡിവൈഡ് ബൈ നോക്കണേ എടാ m raised to 3/2 അല്ലേ. ഇവിടെ എന്തുണ്ട്, T raised to എന്തുണ്ട്, T raised to 3 പവർ എന്തുണ്ട് നോക്കണേ, പവർ എന്തുണ്ട്, റോ r cube s raised to 3/2 ആണ്. ഫോസ്ഫർ യൂണിറ്റിൽ പവർ എന്തുണ്ട്, 1/2 ഉണ്ട്. റൂട്ട് എന്ന് കണ്ടാൽ പവർ എന്താണ്, 1/2 ആണ് അല്ലേ. റൂട്ട് എന്ന് പവർ എന്താണ്, 1/2 ആണ്. സോ നോക്കണേ, എന്തായാലും തെറ്റും, ഉറപ്പാണ്, അത് ശരിയാവില്ല. m ഡിവൈഡഡ് ബൈ നോക്കണേ, m raised to 3/2 മുകളിൽ വരുമ്പോൾ 1 - 3/2 അല്ലേ. അതിൽ T raised to 3 ഉണ്ട്, അത് മുകളിൽ വരുമ്പോൾ എന്താണ്, T raised to -3 പവർ എന്താ 1/2. സോ m raised to 1/4 into T raised to -3/2 എന്ന് വരും. സോ ഗിവൺ ഓപ്ഷൻ എന്താണ്, ഡയമെൻഷനലി എന്താണ്, റോങ് ആണ്. കാരണം എമ്മിൻ്റെ ടേം ഉണ്ടാവാൻ പാടില്ല, ടീൻ്റെ പവർ എന്തായിരിക്കണം, 1 ആയിരിക്കണം. യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ് വി ഗെറ്റ് RHS ഹാവിങ് ഡിഫറെൻറ്റ് ഡയമെൻഷൻ ദാറ്റ് ഓഫ് ദി ടൈം പീരീഡ്. ഇൻ ദി ലൈറ്റ് അബോവ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഫോളോയിങ് അല്ലേ. സോ അസേഷൻ ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് അസേഷൻ ഫോൾസ് ആണ്, റീസൺ എന്താണ്, ട്രൂ ആണ്. സോ ഓപ്ഷൻ നമ്പർ ഡി is the correct answer. A is false but R is true. So next question നോക്കണേ. Consider the efficiency of a Carnot engine is given by eta is equal to alpha beta divided by sin theta log base e beta x divided by kt, where alpha beta are constant if t is the
temperature, K is Boltzmann constant, theta is angular displacement. X has the dimensions of length, then choose the incorrect option. Dimensions of beta is same as that of force. നമുക്ക് നോക്കി നോക്കാം. Dimensions of beta is same as that of force. എടാ ലോഗിൻ്റെ ഉള്ളിൽ ബീറ്റ എക്സ് ഡിവൈഡ് ബൈ കെ ടി ഉണ്ട്. ലോഗിൻ്റെ ഉള്ളിലും സൈനിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എനിക്ക് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പം ബീറ്റ എക്സ് ബൈ കെ ടിക്ക് ഡയമെൻഷൻലെസ് ടേം ആയിരിക്കണം. ലോഗിൻ്റെ ഉള്ളിൽ വരുന്നത് നമ്പർ ആയിട്ട് മാറും. അങ്ങനെ ഡയമെൻഷൻലെസ് ആണെങ്കിൽ ബീറ്റ എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കണം? കെ ടിക്ക് ഈക്വൽ ആയിരിക്കണം ഡയമെൻഷൻ. അങ്ങനെയാണ് ബീറ്റയുടെ ഡയമെൻഷൻ എന്താ? കെ ടിൻ്റെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 എനർജിയാണ്. എക്സിൻ്റെത് എൽ ആണ്. So ml t raised to -2 beta x has the dimension as that of force is the correct statement ആണ്. Dimensions of beta is same as that of force, അത് correct ആണ്. Dimensions of alpha inverse x is same as that of energy. നോക്കി നോക്കാം, ആൽഫ ഇൻവേഴ്സ് എക്സ് ആണ് അല്ലേ. എക്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു നോക്കട്ടെ. വെറും തന്നിട്ട് എക്സ് ആസ് ദ ഡയമെൻഷൻ ഓഫ് എക്സ് ആണ് അല്ലേ. അപ്പോൾ എക്സ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായി. എക്സ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നോക്കണേടാ, എക്സ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താ? എൽ റേസ് ടു -1 ആണ്. എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഒരു പ്യുവർ നമ്പറാണ്, അതിനെന്തുണ്ടാവില്ല? ഡയമെൻഷൻ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ അവിടെ പോയി, ലോഗും പോയി, അവിടെ ആൽഫ ബീറ്റയാണ് അല്ലേ, ആൽഫ ബീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ആൽഫേൻ്റെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കണം? ബീറ്റ -1 ഈക്വൽ ആയിരിക്കണം അല്ലേ. ആൽഫേൻ്റെ ഡയമെൻഷൻ ആൽഫേൻ്റെ ഡയമെൻഷൻ 1 ബീറ്റേൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എന്നാലേ എന്താവുള്ളൂ? കട്ട് ചെയ്ത് പോകും. അല്ലെങ്കിൽ ആൽഫ മൈനസിൻ്റെ ഡയമെൻഷൻ ആർക്ക് ഈക്വൽ ആയിരിക്കണം? ബീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കണം. ബീറ്റ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, എം എൽ ടി റേസ് ടു -2 അല്ലേ. അപ്പോൾ ഇതെന്തായിട്ട് മാറും? എം ടി റേസ് ടു -2. അതെന്താണ്? ആ ഓപ്ഷൻ എന്താ? തെറ്റാണ്. ഇത് സർഫസ് ടെൻഷനാണ് എന്താകുന്നത്? സെയിം ആയിട്ട് വരുന്നത്. സോ ഈ ഓപ്ഷൻ തെറ്റാണ്. നമ്മളോട് ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചപ്പോൾ സോ ഓപ്ഷൻ നമ്പർ ബി ഇസ് ദ കറക്റ്റ് ആൻസർ ഓഫ് ദി ഗിവൺ ക്വസ്റ്റ്യൻ അല്ലേ. ഒന്നുകൂടി ചെയ്യാം. ദ ഡയമെൻഷൻസ് ഓഫ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ μ0. ബിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. ബി ഇസ് ഈക്വൽ ടു എന്താ? μ0 I ഡിവൈഡ് ബൈ 2r. അപ്പം ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ μ0 സ്ക്വയർ I സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ അല്ലേ. അതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? അതിനെ μ0നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പം ബി സ്ക്വയർ ഡിവൈഡ് ബൈ μ0 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, μ0 I സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആയിട്ട്. ഓക്കെ, നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഫോഴ്സ് ഇസ് ഈക്വൽ ടു μ0 I1 I2 ഡിവൈഡ് ബൈ 2πr അല്ലേ, എൽ അല്ലേ. അപ്പോൾ ആറും എല്ലും കട്ട് ചെയ്ത് പോയി. μ0 I1 I2 എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ് ആണ് ഇടാം അല്ലേ. μ0 I സ്ക്വയർ അല്ലെങ്കിൽ μ0 I1 I2 എന്ന് വെച്ചാൽ ഫോഴ്സ് ആണ്. അപ്പോൾ അതിനെന്ത് കൊടുക്കാം? ml t റേസ് ടു -2 എന്ന് കൊടുക്കാം. അടിയിൽ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ, ഇവിടുത്തെ എല്ലും കട്ട് ചെയ്ത് പോയി. ml റേസ് ടു -1 t റേസ് ടു -2. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ സി. സോ തൽക്കാലം നമ്മുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് എന്താക്കാം? ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത സെഷനിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് അറിയിക്കുക. അങ്ങനെയാണ് നമ്മൾ എന്താക്കും? ഈ സെഷൻ എല്ലാ ചാപ്റ്ററും അവസാനം വരെ ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു.